ഇനി നമുക്ക് ഈ മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാം. ആളെ ഇപ്പൊ കിട്ടും, അറിയോ? വാ കാണാം. വാ. സംഘാടകർ ഈടാക്കിയത് എത്ര രൂപയാണെന്ന് ശ്രദ്ധിക്കൂ. 390 രൂപ കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങി 1600 രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിലെത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത്. എവിടെ പോണു? വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഇവൻ ആരെന്ന് അറിയണ്ടേ? അപ്പോൾ ഒരു സാരിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂ. 1600 മൈനസ് 390 1210 രൂപ. പങ്കെടുത്തവരുടെ എണ്ണം 11600. അങ്ങനെയാണെങ്കിൽ ഒരു സാരിക്ക് സംഘാടകർ കിട്ടിയ ലാഭം 1210. ആകെ ലാഭം 1,40,36,000 രൂപ. സാരിയുടെ മാത്രം ലാഭമാണ് കേട്ടോ. 1600 രൂപയ്ക്ക് മറിച്ചു കൊടുത്ത് കൊള്ള ലാഭത്തിലൂടെ നേടിയത് 1,40,36,000 രൂപ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച് 3500 രൂപ വീതം ദിവ്യ ഉണ്ണി ഒഴിച്ച് 11,599 പേർ രജിസ്ട്രേഷന് നൽകിയിട്ടുണ്ടെങ്കിൽ ലാഭം 4,05,96,500 രൂപ. സാരിയിലെ ലാഭം നോക്കൂ. 1,40,36,000. രജിസ്ട്രേഷൻ ഫീസ് വഴി കിട്ടിയ ലാഭം 4,05,96,500. അങ്ങനെ മൊത്തം കൊള്ള ലാഭം 5,46,32,500 രൂപയാണ്. എന്ത് കഴിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞമ്മക്കും ചിലത് പറയാനുണ്ട്. ഞങ്ങൾക്ക് അവിടെ വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ. പിന്നെ എങ്ങനെയാണ് ഉമാ തോമസ് വീണത്? ഈ പറയുന്നത് അതായത് ഒരു ബാരിക്കേഡ് ഇല്ലാതെ റിബൺ മാത്രം വെച്ച് കെട്ടി ഒരാൾ താഴെ വീഴാവുന്ന തരത്തിൽ സുരക്ഷയില്ലാതെ ഒരു വേദി ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാം നോക്കിയിരുന്നു. എല്ലാം ഗംഭീരമായിരുന്നു പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാ നർത്തകരും ഇന്ന് അണിഞ്ഞിരിക്കുന്നത് അവരിതിനു വേണ്ടി നെയ്ത 12,500ഓളം സാരികൾ കല്യാൺ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി നെയ്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കീപ് സേക്ക് ആണ്. ഈ ഇവന്റ് കഴിഞ്ഞും ഇതിനെക്കുറിച്ച് ഓർക്കുവാനായിട്ട് ഞങ്ങൾക്ക് മാത്രം ഉണ്ടാവുന്ന ഒരക്ഷരം പോലും തെറ്റിയില്ല. കലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്ത പരിപാടിക്കെതിരെ അന്വേഷണ സംഘം മൊഴിയെടുക്കാനിരിക്കെ നൃത്ത പരിപാടിക്ക് നേതൃത്വം നൽകിയ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയി. ഞാൻ പോകുന്നു. ഗിന്നസ് റെക്കോർഡിനായി കലൂർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച നൃത്ത പരിപാടിക്ക് നേതൃത്വം നൽകിയത് നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയായിരുന്നു. തീർച്ചയായും സാർ, ഇതിനൊന്നല്ല, സാറിന്റെ ഏത് പ്രവർത്തനത്തിനും ഞാൻ കൂടെയുണ്ട്, എന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട്. സംഘാടകരുടെ മൊഴിയെടുത്ത ശേഷം ദിവ്യ ഉണ്ണി അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുമെന്ന നിലപാടിലായിരുന്നു പോലീസ്. എന്നാൽ മൊഴി രേഖപ്പെടുത്തും മുൻപേ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. കഷ്ടം, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു. പരിപാടിക്കായി കുട്ടികളിൽ നിന്ന് പണം പിരിച്ചതിലടക്കം ക്രമക്കേടുണ്ടെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. അതിനിടെ മൃദംഗാവിഷൻ MD നികോഷ് കുമാർ പാലാരിവട്ടം സ്റ്റേഷനിൽ ഇപ്പോൾ ഹാജരായിട്ടുണ്ട്. ആലോചിച്ചിട്ട് രക്തം പിടിയും കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നീ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ? സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിയുടെ സംഘാടകരായ മൃദംഗാവിഷന്റെ ഉടമ നികോഷ് കുമാർ അറസ്റ്റിൽ. 7.5 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്.